ഡോക്ടർ ഹാരിസ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ. ഈ സിസ്റ്റത്തിൽ മുഴുവൻ തകരാറുണ്ട് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് കൂടുതൽ വെളിവാകുന്ന കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. നമ്മുടെ രാജാവ് ഒറ്റ വാചകം പറയുന്നു, ഇത് എൻ്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ, എൻ്റെ സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരിനെതിരായി നിൽക്കുന്നവർക്ക് പിന്നെ ഒരു ഉപകരണം, ഒരു ആയുധമായി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ല. ഡോക്ടർ നല്ല ആളായിരുന്നു, ഇന്ന് നല്ല ആളല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഡോക്ടർ പ്രതിപക്ഷത്തിന് വടി കൊടുത്തു എന്ന് ഗോവിന്ദ മാഷ് പറയുന്നു. ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച പണിയല്ല അദ്ദേഹം എടുത്തത് എന്ന് സജി ചെറിയാൻ പറയുന്നു. ആരോഗ്യ മേഖലയെ കൂടുതൽ മോശപ്പെടുത്തുന്ന പണിയെടുത്തു എന്ന് GR അനിൽ പറയുന്നു. പിന്നെ നാളെ ആരൊക്കെ എന്തൊക്കെ പറയും എന്നറിയില്ല. കേരളത്തിന്റെ കഫീൽ ഖാൻ എന്ന് ഭാവിയിൽ വിശേഷിപ്പിക്കേണ്ടി വരുമോ ഡോക്ടർ ഹാരിസ് ഹസനെ? അഭിലാഷ്, അവിടെയാണ് പ്രശ്നം. ഇവിടെ രാജാവിന് ഹിതകരമായത് മാത്രമേ അണികൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇവിടെ ഒരു രാജഭരണമാണ് നടക്കുന്നത്. ഇവിടെ നോക്കൂ, എന്താ വിഷയം? ഇവിടെ ഒരു ഡോക്ടർ, യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് HOD, അദ്ദേഹത്തിന് ആ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം എത്തി നിൽക്കുന്നു. സർക്കാരിൻ്റെ അലംഭാവം മൂലം അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇവിടെ സജീഷ് യൂത്ത് കോൺഗ്രസിൻ്റെ പൈസയെക്കുറിച്ചൊക്കെ പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ അവർ കൃത്യമായി കണക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരത് കൃത്യമായി പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ ആ ദുരന്തം ഉണ്ടായതിനു ശേഷം സർക്കാർ എന്തെല്ലാം നടപടി സ്വീകരിച്ചു? സർക്കാർ വെച്ചു കൊടുക്കാം, കർണാടക സർക്കാർ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളുടെ സ്ഥലം ഇപ്പോഴും നിർണ്ണയിക്കാൻ കഴിയാത്ത സർക്കാരാണ് ഈ വാദഗതികൾ പറയുന്നത്. സർക്കാരിൻ്റെ പ്രതിയാണ്. പോട്ടെ, ബാലിശമായ കാര്യങ്ങൾ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുന്നതാണ്, അത് കടന്നു നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച്, ഒരു ഡോക്ടറെ സംബന്ധിച്ച്, ആ ഡോക്ടർ സാധാരണക്കാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യമെല്ലാം തുറന്നു പറയുന്നുണ്ട്. ആർക്കും അദ്ദേഹത്തെ സംബന്ധിച്ച് എതിരഭിപ്രായമില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം കറകളഞ്ഞ ഇടതുപക്ഷ അനുഭാവി കൂടിയാണ്. അങ്ങനെ ഒരു ഡോക്ടർ തൻ്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് ഒരു ഹോസ്പിറ്റലിൽ ഒരു HOD ആയി തുടർന്നു പോകുന്നതിൽ അല്ലെങ്കിൽ രോഗികളെ പരിശോധിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ നിസ്സഹായ അവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ എത്ര ലാഘവത്തോടുകൂടിയ ഇടതുപക്ഷത്തിൻ്റെ പ്രതി ഇപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താ, 24 ഒരു ഉപകരണത്തിൻ്റെ കുറവുണ്ടായിരുന്നത് 24 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് എല്ലാം പരിഹരിച്ചു, എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആയി. എന്ത് വിവരക്കേടായി സംസാരിക്കുന്നത്? എന്തായിരുന്നു ഇന്നലെ വരെയുള്ള അവരുടെ നിലപാട്? അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ എന്തായിരുന്നു മന്ത്രിയുടെ നിലപാട്? അദ്ദേഹത്തെ തള്ളാൻ കഴിഞ്ഞോ? അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയായിരുന്നല്ലേ? മന്ത്രി എന്താ പറഞ്ഞത്? ഇതൊരു സിസ്റ്റത്തിൻ്റെ തകരാറാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി ചോദിച്ചു, ആ സിസ്റ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. എങ്കിൽ സർക്കാരിൻ്റെ തകരാറല്ലേ ഇത്? തീർച്ചയായിട്ടും ആണ്. കാരണം ഈ നമ്മുടെ ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ. ഈ സിസ്റ്റത്തിൽ മുഴുവൻ തകരാറുണ്ട് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് കൂടുതൽ വെളിവാകുന്ന കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയൂ. ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച, ജനങ്ങളുടെ മുഴുവൻ, പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ കിട്ടിയ ഡോക്ടർ ഹാരിസിനെ പോലും അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മേളിൽ അദ്ദേഹത്തിന് ഒരു അച്ചടക്ക നടപടിയുടെ വാൾ തൂങ്ങിക്കിടക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ KMCTയുടെ പ്രതികൾക്കൊന്നും പിന്നെ ഇതിനപ്പുറത്തേക്ക് KGMCTയുടെ പ്രതികൾക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താ? ഇവിടെ ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതിന് ശേഷവും അത് ശരിയാണെന്ന് പൊതുസമൂഹത്തിന് മുഴുവൻ ബോധ്യമായതിനു ശേഷവും നമ്മുടെ രാജാവ് ഒറ്റ വാചകം പറയുന്നു, ഇത് എൻ്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ, എൻ്റെ സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാരിനെതിരായി നിൽക്കുന്നവർക്ക് ഒരു ഉപകരണം, ഒരു ആയുധമായി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതകൾ അതിനെക്കുറിച്ച് പരിശോധിക്കുന്നില്ല. ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു, അതെല്ലാം തീർന്നു എന്നാണ് പറയുന്നത്, എല്ലാം പരിഹരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ വിഷയം? അങ്ങനെയല്ലല്ലോ വിഷയം. ഇവിടെ നമുക്കറിയാമല്ലോ, ഈ ഡോക്ടർ പറഞ്ഞതെല്ലാം 100% ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മാത്രമല്ല, 24 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ ഇതേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു, ഞാൻ 7 മാസം മുമ്പ് തന്നെ മന്ത്രിയുടെ ഓഫീസിലേക്ക് പോലും നേരിട്ട് പോയി ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ആ പരാതിയുടെ എല്ലാം കോപ്പി എൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഏറ്റവും അവസാനം ഒരു പ്രൊഫഷണൽ സൂയിസൈഡിന് വിധേയനാകാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ പൊതുജന ആരോഗ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചുരുക്കം ചില ഡോക്ടർമാരിൽ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഏത് ഘട്ടം വരെയും ഏത് അറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഒരു ഡോക്ടറെ സംബന്ധിച്ച് ആ ഡോക്ടർ പോലും ഈ സർക്കാരിനെതിരാണ് അല്ലെങ്കിൽ സർക്കാരിനെ ഇല്ലായ്മ ചെയ്യാൻ, സർക്കാരിനെ ചീത്തപ്പേരുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ, അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളുടെ ജനപ്രതിനിധിയാണ്, അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് മറിഞ്ഞുകൊണ്ടാണോ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തും പറയാം. പക്ഷേ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ജനങ്ങളുടെ വികാരം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂവിൽ നിന്നുണ്ടാകുന്ന എന്തുകൊണ്ടാണ് ആ ഇഷ്യൂ റൈസ് ചെയ്യപ്പെട്ടത്, ഒറ്റ അങ്ങനെ പോകല്ലേ അഭിലാഷേ, ആ ഇഷ്യൂ റൈസ് ചെയ്യപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകണ്ടേ? ഞാൻ താങ്കളോട് ആവശ്യപ്പെടുന്നത് ഈ SK സജീഷിന് കൊടുത്ത സമയമെങ്കിലുമാണ്. ഞാൻ 1-2 വിഷയം കൂടി മാത്രം ഒന്ന് അവതരിപ്പിക്കട്ടെ. ഇവിടെ അദ്ദേഹം പറഞ്ഞു, SK സജീഷ് പറഞ്ഞാണ്, സർവീസ് രീതിക്ക് ചേർന്നതല്ല. അദ്ദേഹം പറഞ്ഞ ഔദ്യോഗികമായ രീതിയല്ല, അതിനപ്പുറത്തേക്ക് വടിയെടുത്ത് കൊടുക്കുന്നു. എന്താ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റെന്ന് പറയണ്ടേ? എന്താ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റ്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം വിട്ടുപോകുമ്പോൾ ഉത്തരവാദിത്വപ്പെട്ട ആളെന്ന നിലയിൽ നിരന്തരമായി സർക്കാർ സംവിധാനത്തെ സമീപിച്ചതിന് ശേഷവും പരിഹാരം ഉണ്ടാകാതെ വരുമ്പോൾ
മന്ത്രി ഓഫീസിനെ ഉൾപ്പെടെ സമീപിച്ചതിന് ശേഷവും അതിനുശേഷം ഇനി ഒരു നടപടിയും താങ്കളുടെ ഭാഗത്ത് നിന്ന് നടത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു ഡോക്ടർ അദ്ദേഹം പൊതുസമൂഹത്തോട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് എന്താ ഔദ്യോഗികമല്ലാത്ത രീതി നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുത്തോ? ഇല്ലല്ലോ. പിന്നീട് 24 മണിക്കൂർ വൈകാരികമായി അവതരിപ്പിക്കുന്ന അഭിലാഷിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇത്തരം വിഷയങ്ങൾ വൈകാരികമാണെന്നേ. സാധാരണക്കാരുടെ ജനങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വൈകാരികമായി തന്നെയാണ്. ശസ്ത്രക്രിയ വേണ്ടുവോളം നടക്കുന്നതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2022 പുതിയ കാഷ്വാലിറ്റി വന്നത്. 10-18 കോടി രൂപ മുടക്കിയ കാഷ്വാലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എമർജൻസി മെഡിസിൻ ഇപ്പോഴും ഒരു ഡോക്ടർ ഉണ്ടോ പെർമനന്റ് ആയിട്ട്? അവിടെ ഒരു നഴ്സിംഗ് സൂപ്പർ ഉണ്ടോ അഭിലാഷേ? ഒരു നഴ്സിംഗ് സൂപ്പറിനെ സ്ഥിരമായി ഈ കാഷ്വാലിറ്റിയിൽ നിയമിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ കാഷ്വാലിറ്റിയിൽ 16 വെന്റിലേറ്ററുകളുണ്ട്. ഇതിൽ 14 കേടായി കിടക്കുക. ഈ മെഡിക്കൽ കോളേജിൽ ആകെ ഉള്ളത് 3 CT സ്കാനുകളാണ്. 4 ഉണ്ടായിരുന്നു, അതിലൊന്നും പ്രവർത്തിക്കുന്നില്ല. ഈ 6 ലക്ഷം രോഗികൾ ഒരു വർഷം വരുന്നു എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലുള്ളത് ആകെ ഒരു MRI സ്കാനാണ് ഉള്ളത്. ആരോടാ ഇത് പറയേണ്ടത്? രോഗികൾ നിരത്തിടക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മരുന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ ഒരു കണക്കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ മരുന്ന് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നിയമസഭാ ചോദ്യത്തിൽ ചോദിച്ച ഉത്തരം ഒറ്റ മിനിറ്റ്. മരുന്ന് സംഭരണത്തിന് 1015 കോടി രൂപ വേണ്ട സ്ഥലത്ത് വകയിരുത്തിയത് 356 കോടി രൂപയാണെന്ന് നിയമസഭാ രേഖകളിലുണ്ട്. ഞാൻ ഒറ്റ ചോദ്യത്തിന് ഉത്തരം മാത്രം വായിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 17/3/2020 ഈ മാർച്ച് മാസം 17-ാം തീയതി നിയമസഭയിൽ ശ്രീ സണ്ണി ജോസഫിന് നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി കൊടുത്ത മറുപടിയാണ്. DME, DHS എന്നിവ ആവശ്യപ്പെട്ട പ്രകാരമുള്ള അവശ്യ മരുന്നുകളുടെ സംഭരണത്തിനായി 2024-25 സാമ്പത്തിക വർഷത്തിൽ എത്ര തുക ആവശ്യമായി വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഇതിനായി എത്ര രൂപയാണ് വകയിരുത്തിയത്? നാളിതുവരെ എത്ര രൂപ അനുവദിച്ചു നൽകി? എത്ര രൂപ ചെലവഴിച്ചു? വിശദാംശം തിരിച്ച് വ്യക്തമാക്കാമോ? ആരോഗ്യ വകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും ആവശ്യപ്പെട്ട പ്രകാരമുള്ള മരുന്നുകളുടെ സംഭരണത്തിനായി 2024-25 സാമ്പത്തിക വർഷത്തിൽ 534 കോടി രൂപ ആവശ്യമാണ് എന്നാണ് കണക്കാക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഈ ആവശ്യത്തിലേക്കായി മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് ബഡ്ജറ്റിൽ അനുവദിച്ചത് 356 കോടി രൂപയും കൂടാതെ അഡീഷണൽ ഓതറൈസേഷൻ ആയി 150 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. മേൽപ്പറഞ്ഞ ആകെ അനുവദിച്ച 506 കോടി രൂപയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള അവശ്യ മത്സരങ്ങളുടെ സംഭരണത്തിനായി ചെലവഴിച്ചിട്ടുണ്ട്. 934 ചോദിച്ചിടത്ത് 506. ഒറ്റ ചോദ്യത്തിന് മറുപടി കൂടി. DME, DHS എന്നിവ ആവശ്യപ്പെട്ട പ്രകാരം ഉള്ള അവശ്യ മരുന്നുകളുടെ സംഭരണത്തിനായി 2025-26 സാമ്പത്തിക വർഷത്തിൽ എത്ര തുക ആവശ്യമായി വരുമെന്നാണ് കണക്കാക്കിയത്? 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഇതിനായി എത്ര തുകയാണ് വകയിരുത്തിയത്? വിശദാംശം വ്യക്തമാക്കാമോ? അവിടെ സർക്കാരിനോട് ആരോഗ്യവകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും ആവശ്യപ്പെട്ടത് 1014.92 കോടി രൂപയാണെങ്കിൽ 2025-26 ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് 356.4 കോടി രൂപ മാത്രമാണ്. ശരി. അപ്പോൾ 1000 രൂപ 1/3 പോലും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടില്ല എന്ന് നിയമസഭയിൽ മറുപടി പറഞ്ഞിരിക്കുമ്പോൾ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞത് തെറ്റാണോ? അപ്പോൾ ഈ ഒരു ഡോക്ടർ പറഞ്ഞത് തെറ്റാണോ? ഞാൻ പറയുന്നത് 1194 കോടി രൂപ വേണ്ട സ്ഥലത്ത് അഭിലാഷെ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. 1014.92 കോടി രൂപ ആവശ്യമാണ് എന്ന് ഡിപ്പാർട്ട്മെന്റ് DMEയും DHSും ആവശ്യപ്പെട്ടപ്പോൾ ഈ നമ്മുടെ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുള്ളത് 356.4 കോടി രൂപയാണ്. പ്രതിപക്ഷത്തിന്റെ അഭ്യാസമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരി.